ഇടക്കൊച്ചി ഗവൺമെൻറ് ഹൈസ്കൂളിലെ അഭിമാന താരമായിട്ടുള്ള പാർവതിയാണ് ഇന്ന് മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുന്നത്. പാർവതിക്ക് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് പാർവതിക്ക് ഇന്ന് പ്രസംഗത്തിന് മലയാളം പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. എന്ത് പറയുന്നു പാർവതി? സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരെ പ്രത്യേകിച്ച് സ്കൂളിലെ ഓരോ ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഇതിൽ ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ പറ്റിയത്. കഴിഞ്ഞ കൊല്ലം എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം അതൊന്നുകൂടെ മേക്കപ്പ് ചെയ്തെടുക്കണം എന്ന് കരുതി കിട്ടി. നവമാധ്യമങ്ങളും കുട്ടികളും എന്നുള്ളതായിരുന്നു വിഷയം. ആദ്യം വിഷയം കേട്ടപ്പോൾ 5 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്തായാലും പ്രസംഗം എന്ന് പറയുമ്പോൾ നല്ല ടെൻഷനുള്ളതായതുകൊണ്ട് ആ സമയത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കയറി സംസാരിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു. വേറെ ഏതെല്ലാം മത്സരങ്ങളിൽ പങ്കെടുത്തു? മോണാക്ട് മലയാളം, മോണാക്ട് ഗേൾസ് വിഭാഗം, അതിന് A ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് പദ്യം ചൊല്ലൽ മലയാളം ഉണ്ട്. പ്രസംഗിച്ച വിഷയമൊന്ന് മെട്രോ 7 ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? നമുക്കേവർക്കും ഒരുപാട് സുപരിചിതമായ വാക്കാണ് നവമാധ്യമങ്ങൾ. കൊറോണ കാലം മുതൽക്കേ തന്നെ നവമാധ്യമം എന്ന പദം നമുക്ക് ഏവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറെ സുപരിചിതമായൊരു കാര്യമാണല്ലോ. ഏതൊരു കാര്യത്തിനും അതിന് ഗുണങ്ങളും ദോഷങ്ങളും മെറിറ്റുകളും ഡീമെറിറ്റുകളും ഉണ്ടെന്ന് നാം പറയാറുണ്ട്. നാം ഏത് മനോഭാവത്തോടെ അതിനെ സമീപിക്കുന്നു അതിനനുസരിച്ചിരിക്കും അത് നമ്മളിൽ ചെലുത്തുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നാം അതിനെ നെഗറ്റീവായാണ് സമീപിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും അതിൽ നിന്നും നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് മെട്രോ 7 ന്യൂസിന് വേണ്ടിയിട്ട് ആശംസിക്കുന്നു. മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിഴും പടി ചെമ്പുമിരുമ്പും മറ്റും പാലാവക വേണ്ടും പണികൾ മഹിമയുടരുമകളെല്ലാം ചെയ്യും ഇമ്പമുടരുമകൾ തിരുമനസാലി ഇടൽ വഴി തെയ്യും 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 തത്ത തെയ്യും 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 തത്ത തെത്തി വിശ്വമിടങ്കയിലായവനുരന വിധിയുടെ അരചൻ തിരുമുൻപാകി തക്കിടകിടതക 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 തകത 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 തിക്കിടകിടതക 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 തികിത 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 തക്കിടകിടതക ആ തകത തിക്കിടകിടതക ആ തികിത തക്കിടകിടതക തിക്കിടകിടതക തിക്കിത്തേത മിന്തത്താങ്ങിട ഇന്തത്താങ്ങിട തക്കിടകിടതക വിശ്വമിടങ്കയിലായവനുരവൻ വിധിയുടെ അരചൻ തിരുമുൻപാകി വിധി പോലെ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാർഗം കളിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുകയാണ്. വളരെയധികം ആഹ്ലാദത്തിലാണ് നിങ്ങളിന്ന്. അതെ, എന്ത് പറയുന്നു? നിങ്ങളുടെ ഈ ഒരു സന്തോഷം 5 മാസത്തെ കഷ്ടപ്പാടിന് റിസൾട്ട് കിട്ടിയ ദിവസമാണെന്ന്. ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം. 5 മാസം കഠിനമായിട്ടുള്ള പ്രയത്നമായിരുന്നു നിങ്ങൾ. അതെ, പഠനം കൂടെ മാറ്റി വെച്ചിട്ടാണ് മാർഗം കളി പഠിക്കാൻ വേണ്ടി. എന്താണ് ജില്ലാതലത്തിൽ പോയി സമ്മാനം വാങ്ങണമെന്നുള്ള പരിശ്രമം
ആരാണ് നിങ്ങളെ ഇതിന് പരിശീലിപ്പിച്ചത്? ഞങ്ങളെ ജെയിംസ് സാറാണ്. ജെയിംസ് സാർ എന്ന് പറയുന്ന സാറാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും കൂടി കൊണ്ടിട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് വിജയിച്ച് നിൽക്കുന്നത്. ഹാപ്പിയായി? എന്ത് പറയുന്നു ടീച്ചറെ? ഇത്തരത്തിലൊരു സമ്മാനം നേടിയപ്പോൾ എന്ത് പറയുന്നു? വളരെ സന്തോഷം. കാരണം മത്സരം ഭയങ്കര ടൈറ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പിള്ളേർ ശരിക്കും അധ്വാനത്തിൻ്റെയും ദൈവാനുഗ്രഹമാണെന്നേ പറയാൻ പറ്റുള്ളൂ. പിള്ളേരെല്ലാവരും നല്ലപോലെ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഈ സന്തോഷത്തിന് നിങ്ങൾക്ക് ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? ടീച്ചേഴ്സ്, പിന്നെ വീട്ടുകാരെന്തിനും സപ്പോർട്ട് ചെയ്യണതിനും എല്ലാത്തിനും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ മെട്രോ 7 ന്യൂസും ഒപ്പം ചേരുകയാണ്. തന്നോടെ മന്ദിരിമാരും തിരി ചിക്കനെ വന്ദിച്ചു യോഗമൊരും വിട്ടു ദിവസരണമിതെന്ന് തിരി ചിന്തക ചിന്തത്തെ തീരീതാ തീയത്തെ തകുതാക തിന്തത്തെ തകുതരികിട തീയത്തെ പെരുമഴയ്ക്കുള്ള വാഴ്വ് കൊടുത്തതേ നിരത്തെ മിന്നിലതാ മലഗുണമുടയവരുണാൽ മാനവർ മഹിമയോടെത്തിയണന്നുടനെ ഇതിത്തെ മറുതല നെറികിടുമതിലൊരു തീരതിൽ മംഗളമായവർ പൂകീച്ച് ഇതിത്തെ കൈക്കൊണ്ടവരൊരു നൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്മാലയ്ക്ക് ഇതിത്തെ കർണയോടിതു വടി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിതു പരിചി ഇതിത്തെ ഉടമ്പിൽ നിന്നുയരെടുത്താകാശേ ഉയരവനിരിപ്പിടം പുകീച്ച് വെച്ച് തന്നെ മക്കളെ മനതിന് മറുപടിക്കു നടക്കാരെ മണ്ണിനൊഴിയ പുലരാമി മട്ടാഞ്ചേരി TDHSലെ യദുകുൽ അനന്തനാണ് മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുന്നത്. 3 സംഗീത വിഭാഗങ്ങളിലാണ് യദുകുൽ അനന്തൻ സമ്മാനങ്ങൾ വാങ്ങിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു യദു മത്സരങ്ങൾ? നന്നായിരുന്നു. എന്തിനൊക്കെയാ മത്സരത്തിന് വിജയിച്ചത്? കഥകളി സംഗീതം, ഗാനാലാപനം, പിന്നെ സംഘഗാനം, സംസ്കൃത സംഘഗാനം. ഇത് ഇത്രയും ഇത് മത്സരങ്ങൾക്ക് വിജയം നേടുമ്പോൾ ആരാണ് ഇതിന്റെ പിന്നിലൊക്കെ സഹായിയായിട്ടൊക്കെ ഉണ്ടായിരുന്നത്? പിന്നെ സംഘഗാനം ടീച്ചേഴ്സായിരുന്നു, അശ്വിനി മിസ്, അവരിവരൊക്കെ. പിന്നെ കഥകളി സംഗീതം യൂട്യൂബ് നോക്കി പഠിച്ചാണ്. ഗാനാലാപനം സംസ്കൃതം. നമുക്ക് ആ കഥകളി സംഗീതം ഒന്ന് നമുക്കൊന്ന് കേട്ടാലോ? മെട്രോ 7 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. പുഷ്കര വിലോചന പുഷ്കര വിലോചന ത്വൽകൃപാ കാരണേന പുഷ്കര വിലോചന ത്വൽകൃപാ കാരണേന ചൊൽക്കൊണ്ട കൃതാർത്ഥേഷു ഇക്കാലം അഗ്രഗണ്യൻ. ഇത് കഥകളി സംഗീതം ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ പാടാനായിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. കഥകളിക്ക് പിന്നണിയിൽ? അല്ല, ഈ വർഷമാണ് ഇത് മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറായത്. ഓക്കെ, അപ്പോൾ മെട്രോ 7 ന്യൂസിന്റെ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുകയാണ്.